ഗുരുതരമായി പരിക്കേറ്റ രോഗിയുമായി പോയ ആംബുലൻസിന് കടന്നുപോകാൻ അവസരം നൽകാതെ കാർ യാത്രികൻ. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിനാണ് മാർഗതടസ്സം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അനൽഖാസ് സെയ്ദ് വിവരങ്ങൾ നൽകും. അനൽഖാസ്, എന്താണ് സംഭവം? ഇന്നലെ രാത്രി, അതായത് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസിനാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു കാറ് തടസ്സം സൃഷ്ടിച്ചത്. ഏകദേശം 7 കിലോമീറ്ററോളം ദൂരം ഈ കാർ, അതായത് ഈ ആംബുലൻസിന് വഴിതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് കഴക്കൂട്ടം എത്തിയ സമയത്ത് കഴക്കൂട്ടം ജംഗ്ഷൻ മുതൽ ഏകദേശം 7 കിലോമീറ്റർ ദൂരം അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ആംബുലൻസിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. അതായത് ഈ ആംബുലൻസിലെ ഡ്രൈവർ ഹോൺ അടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ തന്നെ മാറാൻ നിർദ്ദേശിച്ചെങ്കിലും ഈ കാർ മാറിയില്ല. KL 01 TH 2832 എന്ന കാറാണ് ഇത്തരത്തിൽ ആംബുലൻസിനെതിരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പരിക്കേറ്റ രോഗിയുമായി തിരുവനന്തപുരത്തേക്ക് പോയ ഈ ആംബുലൻസിനാണ് ഈ കാർ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. മറ്റു വാഹനങ്ങളെല്ലാം തന്നെ മാറുന്നുണ്ടെങ്കിലും ഈ കാർ ഒരു തരത്തിലും ഈ ആംബുലൻസ് വഴി മാറിക്കൊടുക്കാൻ തയ്യാറായില്ല. കഴക്കൂട്ടം എത്തിയ സമയത്തായിരുന്നു ഈ ആംബുലൻസിന് മുന്നിലേക്ക് ഈ കാർ കയറുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു ഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ആംബുലൻസിലെ ഡ്രൈവർ ഇത്തരത്തിൽ ഈ ദൃശ്യം പകർത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് കൊല്ലത്ത് നിന്നും ബൈക്കും കാറും കൂട്ടിയിടിച്ച ഗുരുതരമായ ഒരു പരിക്കേറ്റ രോഗിയുമായിട്ടാണ് ഈ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ഈ ആംബുലൻസിനാണ് കഴക്കൂട്ടത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു അതായത് കാർ മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ശരി.